Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാതയുടെ ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് ബെന്നി ബെഹന്നാൻ MP. വെള്ളക്കെട്ട്, വഴിവിളക്ക് പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ബെന്നി ബെഹന്നാൻ MP മൈൻഡ് ഓഫ് അങ്കമാലിയോട് പറഞ്ഞു. അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാത നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മൈൻഡ് ഓഫ് അങ്കമാലി പുറത്തുവിട്ട വാർത്തയ്ക്ക് ശേഷമായിരുന്നു ബെന്നി ബെഹന്നാൻ MPയുടെ പ്രതികരണം. പണി പൂർത്തീകരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് റെയിൽവേക്കും അടിപ്പാത ടാറിങ്ങിന് PWDക്കും MP കത്ത് നൽകിയിരുന്നു. ഇതിനായുള്ള അനുമതി ലഭ്യമായി കഴിഞ്ഞു. ടാറിങ്ങിന് ആവശ്യമായ ടാർ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ടാറിംഗ് ആരംഭിക്കും. അടിപ്പാതയിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടയ്ക്കുകയും ചിതറിത്തെറിച്ച മെറ്റൽ പുനഃസ്ഥാപിക്കുകയും വേണം. എത്രയും വേഗം ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതം പൂർണ്ണമായും സുഗമമാക്കാൻ നിർദ്ദേശം നൽകിയതായി ബെന്നി ബെഹന്നാൻ MP പറഞ്ഞു. അണ്ടർപാസേജിന്റെ പണി നേരത്തെ റെയിൽവേ പൂർത്തീകരിച്ചെങ്കിലും അതിൻ്റെ താഴത്തുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ പോകുന്ന യാത്രക്കാർക്കും വാഹന ഉടമകൾക്കും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ആ നടപടികൾ കൂടി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ റെയിൽവേക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള PWD മിനിസ്റ്റർക്കും നേരത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, കത്ത് കൊടുത്തിരുന്നു. അതനുസരിച്ച് അതിൻ്റെ അനുവാദം കിട്ടിയിട്ടുണ്ട്, നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടാറ് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇനിയും അത് എത്രയും വേഗം അതിന് നടപടികൾ പൂർത്തീകരിക്കുമെന്നതാണ്. നേരത്തെ ഒരു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം കൂടി അവിടെ പറഞ്ഞിരുന്നു. ആ വെള്ളക്കെട്ട് കൂടി പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും കഴിയുന്നത് വേഗം അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ഇനി എന്തെങ്കിലും അസൗകര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടും വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിലെ കൂരിരുട്ടും മറ്റൊരു ഭീഷണിയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്ന് MP ഉറപ്പു നൽകി. 2023 ഒക്ടോബറിലാണ് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 12 മാസം കൊണ്ട് പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. പലവിധ കാരണങ്ങളാൽ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. ഇക്കാലമത്രയും അതിരൂക്ഷമായ യാത്രാ ദുരിതമാണ് മങ്ങാട്ടുകര, പീച്ചാനിക്കാട്, പുളിയനം, എളവൂർ പ്രദേശവാസികളും യാത്രക്കാരും അനുഭവിച്ചത്. അതിനാൽ തന്നെ അടിപ്പാതയിലൂടെയുള്ള സുഗമ സഞ്ചാരം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന ബെന്നി ബെഹന്നാൻ MPയുടെ ഉറപ്പ് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ആശ്വാസകരമാകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.